എല്ലാം ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾ ഡെക്കോയിഡ്സിലേക്ക് തിരിച്ചു പോകാൻ പോകാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല, ആരും ഞങ്ങളുടെ മുഖത്ത് നോക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് എല്ലാ ലയൺസ് ക്ലബിലേക്കും എല്ലാ ഓർഗനൈസേഷനിലും എഴുത്തെഴുതി ഗവൺമെന്റ് ഇവര് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അന്ന് ഞാൻ ബോംബെയിലെ ലയൺസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. രണ്ടുപേര്, ഒരു മാൻസിംഗും ഒരു ഫെർണാണ്ടീസ്, രണ്ടുപേരെ ഞങ്ങൾ ബയോഡേറ്റയ്ക്ക് നോക്കി സെലക്ട് ചെയ്തു, ബോംബെയിലേക്ക് കൊണ്ടുവന്നു. 3 മാസം അവരുടെ കൂടെ പല സംഘടനകളും സന്ദർശിച്ചു. ഇതേമാതിരി പബ്ലിക് മീറ്റിങ്ങിൽ അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഗോൾഡൻ ടുബാക്കോ കമ്പനി, നിങ്ങളുടെ പനാമ സിഗരറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ സെക്യൂരിറ്റി ജോബ് കൊടുപ്പിച്ചു. അപ്പോൾ ഇന്ദിരാഗാന്ധി പിന്നെ എഴുതി ഇനി കുറച്ച് പേരെ എടുക്കാൻ പറ്റുമെന്ന്. അപ്പോഴേക്കും എൻ്റെ ലയൺസ് പ്രസിഡൻഷിപ്പ് കഴിഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ആരും തൊടാത്ത ചിലരെ നന്നായി ഡെവലപ്പ് ചെയ്ത് സമൂഹത്തിന് സഹായമാകുന്ന ഒരു കർമ്മം ചെയ്ത ഒരു വ്യക്തി എന്ന ബേസിസിലാണ് ഡോക്ടർ അനിൽകുമാർ എന്നെ ഇവിടെ നിങ്ങളുടെ ആശംസ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ 6ാമത്തെ തവണയാണ് തോന്നുന്നത് ഈ ഹാളിൽ വന്ന് സംസാരിക്കുന്നത്. ഒരിക്കലും ഈ പറയുന്നത് മാതിരി നമ്മൾ തമ്മിലുള്ള ഒരു വ്യത്യാസം, സാറ് പറഞ്ഞ പോലെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പാവങ്ങളായതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെട്ട്, ഞാൻ കുറച്ച് സാമർത്ഥ്യകാരി ആയതുകൊണ്ടിട്ട് പിടിക്കപ്പെട്ടില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ആരെയും വിധിക്കലില്ല എന്നുള്ളതാണ്. ഒരാൾ തെറ്റുകാരാണോ ശരി ഏത് തെറ്റേത് എന്നുള്ളതിന്റെ നിർവചനം ഒരു സാധാരണക്കാരൻ നടത്തുന്നതും ഒരു ഡോക്ടർ നടത്തുന്നതും എന്നുള്ള വ്യത്യാസം ഉണ്ടാവും. കാരണം മനസ്സ് പോകുന്ന വഴിയെ പോകുകയല്ലാതെ ശരീരത്തിന് വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നതല്ല, ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതല്ല. എൻ്റെ മനസ്സ് പറയുന്നത് ഇത് ശരിയാണെന്ന് പറയുന്നു, ഞാനത് ചെയ്യുന്നു. അതുപോലെ മനസ്സ് പറയുന്ന വഴിയിൽ പോകുന്ന കാര്യങ്ങൾ ശരീരം ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ നിങ്ങളെ എനിക്ക് എങ്ങനെ വിധിക്കാൻ പറ്റും? ഞാൻ സ്വയം തെറ്റുകാരിയായിരിക്കും, എനിക്ക് നിങ്ങളെ എങ്ങനെ വിധിക്കാനായിട്ട് പറ്റും? അപ്പോൾ ശരി തെറ്റുകൾക്ക് എപ്പോഴും ഒരു ആപേക്ഷിക സ്വഭാവമുണ്ട്. സാറ് പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നൈജൻ പറഞ്ഞത് ഈസ് എക്സലന്റ് എക്സാമ്പിൾ. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വന്നത്, ഞാൻ ഇടയ്ക്ക് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാൻ പാടില്ല എന്ന് ഒന്നും കൂടെ അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ശ്രീ അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ളയെ ക്ഷണിച്ചുള്ളൂ. സഹോദരി കമ്മ്യൂണിറ്റി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ പേരിൽ നിന്ന് നവജീവൻ ഗാന്ധിജിയുടെ ഏറ്റവും പ്രമുഖമായ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ട്രസ്റ്റിന്റെ പേര് നടത്തുന്നത് ഗാന്ധിജി മാത്രമാണ് അടിസ്ഥാന സങ്കല്പം ക്രിമിനോളജിയോട് ബന്ധപ്പെട്ട്, ജയിലിനോട് ബന്ധപ്പെട്ട്, കുറ്റത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞത്. ഗാന്ധിജി നമ്മൾ കോടതിയിലൊക്കെ പോയി, അവിടെ കോടതിയാണ് നിങ്ങളെ ശിക്ഷിച്ചത്. കോടതി ചെല്ലുമ്പോൾ കോടതിയിലുള്ള ഏക ഫോട്ടോ, ഏക ചിത്രം അത് ഗാന്ധിജിയുടെ ഏത് കോടതി മുറിയിൽ വന്നിട്ടുണ്ടാവും കമ്പൽസറി. ആ ഗാന്ധിജി പറഞ്ഞു, കുറ്റത്തെ വെറുക്കൂ, കുറ്റവാളി വെറുക്കാതിരിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ കുറ്റത്തെ വെറുക്കൂ എന്ന് പറഞ്ഞതിന് വലിയ, കുറ്റവാളി വെറുക്കാതിരിക്കുമെന്ന് പറഞ്ഞതിന് വലിയ അടിസ്ഥാന സങ്കല്പം ഉണ്ട്. അത് ഇവിടെ നടപ്പാക്കുന്നില്ല എന്ന്, അതിനെ ഉൾക്കൊള്ളാൻ ആരും തയ്യാറില്ല എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകൻ കർണാടകത്തിലുണ്ട്. മനഃശാസ്ത്ര രംഗത്ത് കേരളത്തിലെ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ പ്രതിഭയായിട്ട് ഒരു കാലത്ത് അദ്ദേഹമായിരുന്നു ചന്ദ്രകുമാർ സാറിന്റെ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ ഇവരൊക്കെ ഉള്ള ഒരു വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളോട് ബന്ധപ്പെട്ട്, ജയിലിനോട് ബന്ധപ്പെട്ട്, നമ്മുടെ അത്തരം സംരംഭങ്ങളോട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി പറയുന്ന കാര്യങ്ങൾ പറയുന്ന ആ തലങ്ങൾ ഒതുങ്ങി നിൽക്കുകയും അത് പ്രയോഗത്തിൽ വരുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് നമ്മുടേതെന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താതെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഈ കുറ്റം ചെയ്തവരും ചെയ്യാത്തവരും നേരത്തെ ജനറൽ സാർ തുറന്ന് അതേ പറയാനുണ്ടായി. മനസ്സുകൊണ്ട് കുറ്റം ചെയ്യാത്ത അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ പെടാത്ത ഒരാളും തന്നെ ഉണ്ടാവില്ല എന്നതേ പറയുന്നത്. ഞാൻ ഓർത്തുപോയത് പാശ്ചാത്യ ക്രിമിനോളജിയുടെ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ പരിശോധിച്ചാൽ അതിൽ പറയുന്നുണ്ട്, മെൻ ഈസ് എ പൊട്ടൻഷ്യൽ കില്ലർ.
മനുഷ്യരെല്ലാവരും അവരിൽ അന്തർലീനമായ ഒരു ഹൃദയതയുണ്ട്. അവരുടെ പൊട്ടൻഷ്യൽ കില്ലറാണ്. ആ എല്ലാവരും അങ്ങനെ ജനിച്ചു വീണ എല്ലാ ആളുകളും അതാണ് എന്നുള്ള ഒരു അടിസ്ഥാന സന്ദർഭമാണ്. പക്ഷെ അതിനെ സമൂഹം പരിഷ്കരിച്ചെടുക്കുന്നു. അപ്പൊ ചില ആളുകൾ സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളാണ് കില്ലറാകണോ വേണ്ടയോ, മൃഗീയത ഉണ്ടാകണോ വേണ്ടയോ, അല്ലെങ്കിൽ മൃഗീയത ചടകുടഞ്ഞ് എഴുന്നേൽക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സാഹചര്യമാണ്. സാഹചര്യം സമൂഹമാണ്. അപ്പൊ ആ സമൂഹത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇതിനുള്ള പഠനം എവിടെയാണ്? ഉന്നതകൃതരായ നിങ്ങളുടെ മുന്നോട്ട് അല്പം മനഃശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സംഘടനയുടെ പ്രവർത്തനം നിങ്ങൾക്ക് ഏറ്റവും ഉപയുക്തമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കോഴിക്കോട് ജെയിംസ് ഫ്രണ്ട് ശ്രീ ടി ബാബുരാജൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മറ്റ് എല്ലാവരെയും ഈ സംരംഭത്തിൽ വളരെ സന്തോഷം തോന്നിയൊരു നടപടിയുമായാണ്, ഒരു പ്രോജക്റ്റുമായിട്ടാണ് നമ്മുടെ നവജീവൻ മെന്റൽ ഹെൽത്ത് സെന്റർ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രോജക്റ്റ് ആദ്യം തന്നെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ 5 ഘട്ടങ്ങളിലായി നടപ്പാക്കാൻ, ഈ 5 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ നമ്മുടെ തടവുകാരുടെ മുഴുവൻ രേഖകളും, അതായത് അവരെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു അന്വേഷണത്തോടെ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇത്രയും ആഴത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം വരെ കണ്ടെത്തി ഒരു പ്രോഗ്രാം നടപ്പാക്കിയാൽ മാത്രമേ ഇത് വിജയിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ സത്യസന്ധമായി ഈ പ്രോഗ്രാമിൽ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അവർ തരുന്ന ഈ വസ്തുക്കൾ നൽകണം എന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. പിന്നീട് മാറ്റത്തിന്റെ ഒരു ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ മാറ്റത്തിന്റെ ഒരു കാലം ആയിരിക്കും. അതായത് പഴയ എല്ലാ രീതികളും വിട്ടിട്ട് ഇന്ന് റിഫോർമേഷനാണ് പ്രധാന എന്നും അതിനുശേഷം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അതുപോലെ റീഇന്റഗ്രേറ്റ് ചെയ്യുക, സമൂഹത്തിൽ റീഇന്റഗ്രേറ്റ് ചെയ്യുക, ഈ നടപടിയാണ് ഇന്ന് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ പരിപാടിക്ക് മുമ്പ് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട DG സാറും കൂടെ ഒരു നാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തു. അതെന്ന് പറയുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. റിഫോം ഇല്ലാതെ ഗവൺമെന്റ് ഒരു പോളിസി ഉണ്ടാക്കാൻ വേണ്ടി, ഗവൺമെന്റിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ജയിൽ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് സെന്ററായ നമ്മുടെ വലിയൊരു ആർക്കൈവ് വെച്ച് ഈ ജയിൽ ഉദ്യോഗസ്ഥരെ ഈ മറ്റ് ഈ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ സാമൂഹ്യ പ്രവർത്തകരെയും സോഷ്യോളജിസ്റ്റുകളെയും എല്ലാം വെച്ചുകൊണ്ട് ഒരു 3 ദിവസത്തെ ഒരു നാഷണൽ കോൺഫറൻസ് നടത്തി. ആ നാഷണൽ കോൺഫറൻസിൽ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർ പങ്കെടുക്കുകയും അവരെല്ലാം തന്നെ വിശദമായ ചർച്ചയിലൂടെ നമ്മൾ പോളിസി ഇന്ത്യ ഗവൺമെന്റ് സമർപ്പിക്കുന്നതിലേക്കായി തയ്യാറാക്കി PPRDയുടെ തയ്യാറാക്കി ഞങ്ങളത് അതിനുശേഷമാണ് ഞങ്ങൾ പിരിഞ്ഞുപോയത്. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്, ഈ റിഫോർമേഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീഇന്റഗ്രേഷൻ. ഈ നടപടി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള ഒരു സംഘടന നമ്മുടെ കേരളത്തിലെ 48 ജയിലുകളിൽ നടത്തുന്ന ആർദ്രവകുപ്പിന്റെ ഉത്തരവ് വാങ്ങിക്കഴിഞ്ഞു. ആ സംഘടനയ്ക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു. കാരണം മനുഷ്യനെ റിഫോം ചെയ്ത്, അതായത് ഇപ്പോൾ എല്ലാവരും മാനസികമായ ഒരു പ്രശ്നങ്ങളാണ്, മാനസികമായ പ്രശ്നങ്ങളെ എല്ലാം നേരെയാക്കി കൊണ്ടുവന്ന് റിഫോം ചെയ്തതിനു ശേഷം അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ സമൂഹത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ റീഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സംഘടന ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് പലരുടെയും സഹായങ്ങൾ ഈ സംഘടന തേടിയിട്ടുണ്ട്. അവിടെ ഈ സംഘടനയ്ക്ക് ഈ ഒരു സാമൂഹ്യ ബാധ്യത ഏറ്റെടുക്കാൻ, അതായത് ഈ സമൂഹത്തിൽ ഇന്ന് ഉള്ള ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി, അതായത് ജയിലിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന തടവുകാരെ, നമുക്കറിയാം പഴയ കാലങ്ങളിൽ ഉള്ള അത്രയും ഒരു സ്റ്റിഗ്മ ഇന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന തടവുകാർ ആളുകളെ, ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ അത്രയും സ്റ്റിഗ്മ ഇല്ല. പണ്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലും ജയിലിൽ നിന്ന് വരുന്നവരെ വെട്ടിക്കയറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. സമൂഹത്തിൽ പോലും കണ്ടാൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ അത് വളരെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ
ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെയും സാമൂഹ്യ ക്ഷേമ വകുപ്പിന്റെയും അതുപോലെ തന്നെ NGO-മാരുടെയും മറ്റു പ്രവർത്തനം കൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ റിലീസ് ചെയ്യപ്പെടുന്ന പ്രതികൾ, അതിനാൽ തടവുകാർ, അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതിന് അവരുടെ വീടുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനുള്ള എല്ലാ സംവിധാനവും ജയിലുന്നുണ്ട്. അതായത് പരോള്, അതുപോലെ തന്നെ ഇപ്പോൾ വീടുമായി സ്ഥിരം ബന്ധപ്പെടാൻ നമ്മുടെ കേരളത്തിലെ ജയിലുകളിൽ മാത്രമുള്ള സംവിധാനമാണ് ഫോൺ, കോയിൻ ഫോൺ സിസ്റ്റം. ഈ കോയിൻ ഫോൺ സിസ്റ്റവും മറ്റും നിലനിൽക്കുന്നതുകൊണ്ട് ആ വീടുമായുള്ള ബന്ധം വിട്ടുപോകാതിരിക്കുകയും അതുപോലെ തന്നെ പരോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ ലിബറലായി പരോൾ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ആ പരോൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ സംഘടന പ്രവർത്തനം മൂലം എല്ലാം ഈ ബന്ധങ്ങൾ മറ്റുപോകാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഈ റിലീസ് ചെയ്യപ്പെട്ട തടവുകാരെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റിഗ്മ വളരെ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇത് ഏറ്റെടുത്തിട്ടുള്ള ഈ നവജീവൻ മെന്റൽ സെന്ററിനെ ഞാൻ എല്ലാവിധ ജയിൽ വകുപ്പിന്റെ എല്ലാവിധ സഹായവും ബഹുമാനപ്പെട്ട DGP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജയിലിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും വേണ്ട നിർദ്ദേശം നൽകുന്നതിനും അവരെ സഹായിക്കുന്നതിനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഞാൻ ഉറപ്പുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഏറ്റെടുത്ത ഈ നവജീവൻ മെന്റൽ സെന്ററിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ശ്രീ കെ വേണു, സൂപ്രണ്ട് SSJ കോഴിക്കോട് സാറിന് ക്ഷണിക്കുന്നു. നമുക്കറിയാം, ജയിലുകൾ സമൂഹത്തിന്റെ ഭാഗമാണ്. പഴയ കാലത്താണെങ്കിൽ ജയിലുകൾ ഒരു നികൃഷ്ടമായ സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. ജയിൽ എത്തിപ്പെടുന്നവർക്ക് ഒരിക്കലും ജയിലിന് പുറത്തു പോകാൻ വേണ്ടി പറ്റാത്ത കാലമുണ്ടായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ജയിലുകളിൽ വധശിക്ഷ വരെ 4-5 പേരെ ഒരു ദിവസം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ കണക്കുകൾ കാണുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് കണ്ണിന് കണ്ണ് കാതിന് കാത് എന്ന റിട്രിബ്യൂഷൻ തിയറിക്ക് ഉപരിയായിട്ട് സമൂഹം പരിഷ്കൃതമായപ്പോൾ നമ്മുടെ അന്തേവാസികൾ സമൂഹത്തിന്റെ ഭാഗമാണ്. അവരുടെ തെറ്റുകളിൽ നിന്ന് അവരുടെ മാനസിക ഊർജം നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള തിയറി വരികയും അതിന്റെ ഫലമായിട്ട് ജയിലിനകത്തേക്ക് എത്തിപ്പെടുന്ന അന്തേവാസികൾക്ക് സമൂഹത്തിലേക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പദ്ധതികൾ ജയിലിനകത്ത് നിന്ന് നൽകുകയും കുറ്റവാസനകൾ ഇല്ലാതാക്കി സമൂഹത്തിലേക്ക് ഏറ്റെടുക്കാൻ തക്ക രീതിയിൽ ജീവിക്കാൻ ഉതകുന്ന പദ്ധതികൾ ജയിലിനകത്ത് നൽകുകയും അതിന്റെ ഭാഗമായിട്ട് നല്ല നല്ല പൗരന്മാരായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റുന്ന പദ്ധതികളാണ് ഇന്ന് ജയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവജീവന്റെ ഈ പദ്ധതികൾക്ക് എല്ലാവിധ സഹകരണവും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സൈക്കാട്രിസ്റ്റായ ശ്രീ ഡോക്ടർ ശാന്തകുമാർ. അദ്ദേഹം നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനും മാർഗദർശിയുമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് നവജീവൻ കമ്മ്യൂണിറ്റി സെന്ററിന്റെ ഡോക്ടർ അനിൽകുമാർ വളരെ നിർണായകമായ പങ്ക്
ജയകുമാർ ഡോക്ടർ നിരന്തരമായി എൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിലും പോലീസ് ഉന്നതങ്ങളിലും ജയിൽ അധികാരികളുടെ വീടുകളിലും നിരന്തരം പരിശ്രമിച്ചതിൻ്റെ ഫലമായി മാത്രമാണ് ഇതുപോലെയുള്ള സംഘടന പ്രവർത്തനം രൂപപ്പെട്ടിരുന്നത് കഴിഞ്ഞത്. എന്നതിന് ഞാൻ ആദ്യമായി അഭിനന്ദിക്കാം. ഞങ്ങൾ പത്തുകാരെ ഇതിന് വളരെ പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് മാത്രമാണ് ചെയ്തത്. ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ മഹാവ്യക്തികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ജയിലിലെ അന്തേവാസികൾക്ക് വളരെയേറെ ആഹ്ലാദപ്രദമായ പക്ഷേ മാർഗദർശിയായ വികാരങ്ങളും വിചാരങ്ങളും ഉളവാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ഇതുപോലെയുള്ള പരിപാടികളും ഇനിയും നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലഹരി ശീലങ്ങളും ചികിത്സയും എന്ന പരിപാടിയിലേക്കാണ് ഞാൻ രണ്ടു വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മനുഷ്യന് വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അവന് വിവിധ ദിശകളിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം 16-18 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് അവന് വ്യക്തിത്വം പൂർണ്ണമാകും, അവൻ്റെ പേഴ്സണാലിറ്റി പൂർണ്ണമായും വളർന്നു പ്രാപിക്കും. ഈ കാലഘട്ടത്തിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത്, അത് വളർത്തി കൊടുക്കേണ്ടത് ഉള്ള മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കപ്പെടാതെ വരുന്ന അവസരങ്ങളിലാണ് അവൻ തെറ്റായ രീതിയിൽ പെരുമാറുവാനും ശീലിക്കുവാനും അതിൻ്റെ ഫലമായി മയക്ക മരുന്നുകൾ, മദ്യപാന ദുർവിധേയത്വം മുതലായ ശീലങ്ങളിലേക്ക് കടന്നുവരാനും അവൻ്റെ ജീവിതത്തിൽ തന്നെ അവനൊരു ഭാരമായി മാറുവാനും ഒരു പക്ഷേ അതിൻ്റെ ഫലമായി കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതിനെല്ലാം പ്രതിവിധി കുടുംബ അന്തരീക്ഷ നിലവിലെ കാത്തു സൂക്ഷിക്കുക. ആദ്യമായി വളർച്ച പ്രാപിക്കുന്ന കാലഘട്ടം, അതായത് 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവന് സുരക്ഷിതത്വം ലഭിക്കാനുള്ള അവസരം കുടുംബജീവിതത്തിലൂടെ ലഭിക്കുക എന്നത് മാത്രമല്ല, കുട്ടികൾ അവന് തോന്നിയാൽ അതിൽ നിന്നും മാറ്റിയെടുക്കുവാനുള്ള ഒരു അന്തരീക്ഷം എത്തിച്ചു കൊടുക്കുക എന്നെല്ലാം സമൂഹത്തിൻ്റെ കടമ തന്നെയാണ്. ഈ അവസരത്തിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് താൽക്കാലികമായി വിധേയരാക്കപ്പെട്ട ആളുകളുടെ സമീപനം ഒരുപക്ഷേ ഈ തരത്തിലുള്ള തെറ്റായ ശീലങ്ങളുടെ രൂക്ഷിത ഫലങ്ങൾക്ക് വിധേയരായവരുടെ ചിത്രം അതിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഈ വക ശീലങ്ങൾ മാറ്റിയെടുക്കുവാനുള്ള അവരുടെ കാല പരിധി മിക്കവാറും കഴിയും. കാരണം ജീവിതത്തിൻ്റെ സംഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വളരെ അധികം വേദനകൾ പ്രവർത്തിക്കും. ഒരുപക്ഷെ ജീവിതത്തിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റിയിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. ഈ അവസരത്തിൽ ഈ മദ്യപാന ദുർവിധേയത്വം, മയക്കുമരുന്ന് ശീലങ്ങൾ എന്നിവയെല്ലാം തന്നെ കുടുംബ അന്തരീക്ഷത്തിൽ വളർന്ന് വരുന്ന കുട്ടികൾക്ക് കാര്യമായ രീതിയിൽ പ്രചോദനം ലഭിക്കത്തക്ക രീതിയിൽ അതിൽ നിന്ന് മാറി നല്ല ഒരു ജീവിതം, സമ്പൂർണ്ണമായ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതം നയിക്കുവാനുള്ള ഒരു പരിസരം സൃഷ്ടിക്കുന്നതിനാണ് സമൂഹത്തിൻ്റെ ബന്ധപ്പാടും അതിൻ്റെ കടപ്പാടും നിർവഹിക്കേണ്ടത്. ഈ രീതിയിലുള്ള ശീലങ്ങൾക്ക് വിധേയരായ താൽക്കാലികങ്ങൾക്ക് വിധേയരായി പക്ഷേ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ, എന്നാൽ മിക്ക ആളുകളും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇടയിലോ അല്ലെങ്കിൽ മദ്യപാനത്തിലോ മാത്രം ഒന്നുകൊണ്ടല്ല. ഇവ രണ്ടും ഒത്തുചേർന്ന് അവരുടെ സാഹചര്യം കണക്കെടുത്ത് വേണ്ട രീതിയിൽ പോസിറ്റീവായി ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ കഴിയാതെ കുറവായ ജീവിതത്തിൻ്റെ കുറിപ്പാണ് നാം നോക്കേണ്ടത്. അതിനാൽ ഇതുപോലെയുള്ള ജീവിതം
മോശമായി തീരത്തക്ക രീതിയിൽ അവരെ പിന്തിരിപ്പിക്കുവാനും തെറ്റായ ശീലങ്ങൾ മാറ്റിയെടുക്കുവാനും മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള മോശമായ ചിന്തകൾ അകറ്റുവാനും തീർച്ചയായും അവരുടെ ശരിയായ സുരക്ഷിതത്വവും ഉള്ള ഒരു കുടുംബ ജീവിതമാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത്. ഈ അവസരത്തിൽ ഇവിടെയുള്ള അന്തേവാസികൾക്ക് അഭിവാദ്യങ്ങൾ. അവരെല്ലാം ഒരുപക്ഷെ സമൂഹം കുറ്റം വിധേയരായി ശിക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ജീവിതത്തിൻ്റെ പാഠങ്ങൾ അവർ മനസ്സിലാക്കുകയും അവർ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇതുവരെയുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള സന്മനസ്സും അവർക്ക് അവരുടെ ഈ തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച നവജീവ ആരോഗ്യങ്ങളുടെ മുഖ്യ സൂത്രധാരൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ നടത്തുന്നവരുടെ സാമൂഹിക പ്രതിബദ്ധത ഉയർത്തുവാനുള്ള കാരണമാണ്. ഇതിന് കടമൊരുക്കുന്ന ജയിൽ അധികാരികളെയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് ബാറിലെ പ്രമുഖ അഭിഭാഷകനും നവജീവൻ കമ്മ്യൂണിറ്റി മെന്റൽ ഹെൽത്ത് എന്ന സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനുമായ ശ്രീ അഡ്വക്കേറ്റ് എ കരുണാകരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അറിയില്ല എങ്കിലും ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ വിശദമായി കിട്ടിയ നൈതിൻ അക്കരെ അദ്ദേഹമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രചോദനം നൽകുന്ന വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം വളരെ ചെറിയ പ്രായത്തിൽ വളരെ പരീക്ഷണങ്ങൾ നേരിട്ട് 9 വർഷം ജയിൽ ജീവിതം കഴിഞ്ഞു പുതിയ ഒരു ജീവിതം തുടങ്ങിയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം.